അയ്യപ്പേട്ടാ, നമ്മുടെ ആറളം ഫാമുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അത് ഉയർന്നു വന്നിരുന്നു. പക്ഷെ അത് ഉയർന്നു വരുമ്പോഴൊക്കെ അത് താഴ്ന്നു പോവുകയും ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്നലെ നടന്ന ഒരു ചർച്ച, നമ്മൾ രണ്ടുപേരും തന്നെ നടന്ന ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞു ആറളം ഫാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില രേഖകൾ നമ്മുടെ ADM നവീൻ ബാബു സാറിന്റെ കയ്യിലുണ്ടായിരുന്നു. അതാണ് കളക്ടർ അരുൺ കെ വിജയൻ ഭയന്നതും ആ ഭയമാണ് CPM-ന്റെ ഉന്നത കേന്ദ്രങ്ങളിൽ എത്തിച്ചതും അദ്ദേഹത്തിന്റെ മരണത്തിന് ഇടയാക്കിയതുമെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചു. സത്യമാണ്. അതെ, അത്തരത്തിൽ തന്നെ ആറളം ഫാമിലെ ആദിവാസി വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പാട്ടത്തിന് നൽകിയിരിക്കുകയാണ്. അതാണ് അവിടുത്തെ പ്രശ്നം. ഇപ്പോൾ അതിനെതിരെ CPM-ന്റെ തന്നെ ആദിവാസി സംഘടനയായിട്ടുള്ള ആദിവാസി ക്ഷേമ സമിതി രംഗത്ത് വന്നിരിക്കുകയാണ്. അവർക്ക് ഇതിനോട് യോജിപ്പില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചതിലേക്ക് തന്നെയല്ലേ വരുന്നത്. അതായത് ഈ രേഖകളും ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ചേട്ടൻ അറിയാലോ, കർഷക സംഘം, അവരുടെ ഒരുപാട് പോഷക സംഘടനകളും ഒക്കെ ഉണ്ടല്ലോ. ചേട്ടൻ എന്താണ് അതിൽ തോന്നുന്നത്? പ്രീത, ഇതില് ആദിവാസികൾക്കായി മാറ്റിവെക്കപ്പെട്ട ഒരു ഭൂമിയാണ് ഈ ആറളം ഭൂമി എന്നുള്ളത്. ആദിവാസി ക്ഷേമമെന്നും കർഷക ക്ഷേമമെന്നും കർഷക സ്നേഹമെന്നും ഒക്കെ പുറമേ പറയുകയും വൻകിട കുത്തകകൾക്ക് പിറകെ പോകുന്ന ഒരു പാർട്ടിയായി CPM മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു 15-20 വർഷമായി CPM എന്ന് പറയുന്ന പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് പല പ്രമുഖ വ്യക്തികളും വന്നതിൻ്റെ തെളിവാണ്. ഇപ്പോൾ ആറളം ഭൂമി എന്ന് പറയുമ്പോൾ ആദിവാസി ക്ഷേമത്തിന് വേണ്ടി സർക്കാർ പിന്നെ എന്തോ പറയുക, ഈ പറയാനും മേനി നടിക്കാനും, പറയാനും കേൾക്കാനും സുഖം, പറയാനും സുഖം, പറ്റിക്കാനും സുഖം, അങ്ങനെ ഒരു കൂട്ടം ആദിവാസികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഭൂമിയാണത്. കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിൽ നിന്നുള്ള ആദിവാസി ഫണ്ട് കിട്ടിയിട്ട് അതിന് പ്രകാരം 42 കോടി കിട്ടിയിട്ട് ഈ ആദിവാസികൾക്ക് വേണ്ടി മാത്രമായിട്ട് വാങ്ങിയ ഭൂമിയാണ്. അതെ, അപ്പൊ ആദിവാസികൾക്ക് മാത്രമായി കൊടുക്കണം എന്ന നിയമവ്യവസ്ഥ ഉള്ളപ്പോൾ തൊഴിലാളി വർഗത്തിന്റെ സർക്കാർ, തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി, ഇടതുപക്ഷ ചിന്തകരുടെ പാർട്ടി എല്ലാം ശരി തന്നെ, എല്ലാം ഈ പാർട്ടി തന്നെയാണ്. പറച്ചില്ലേ ഉള്ളൂ. പക്ഷെ ആദിവാസികൾക്ക് അർഹതപ്പെട്ട ഈ ആറളം ഭൂമി കൊടുക്കാതെ അത് സ്വകാര്യ വ്യക്തിക്ക് 30 വർഷത്തേക്ക് പാട്ടത്തിന് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയി. അത് ഈ പറയുന്ന രേഖകൾ അടങ്ങിയ സർക്കാർ ആർക്കെല്ലാം ഓരോന്ന് കൊടുത്ത് വെട്ടി പോക്കറ്റിലാക്കാൻ ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് ഭൂരേഖയെ സംബന്ധിച്ചുള്ള ഈ തട്ടിപ്പിൻ്റെ രേഖകളും നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന് കിട്ടിയിട്ടുണ്ട്. തീർച്ചയാണ്. കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നമ്മൾ ഒരു ജോലിയിൽ ഏറ്റവും പ്രഗത്ഭനായി തീരുന്നത് അതിങ്ങനെ ആ പ്രഗത്ഭൻ എന്ന് പറയുന്നത്, ആ പ്രാഗൽഭ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു ഫയൽ, അവരുടെ ജോലിയിൽ ആ ഫയൽ എടുത്താൽ അതിൽ ഓരോ എന്താ പറയുക, കുറി എഴുതുക എന്ന് പറയും. ആ നോട്ട് കാണുമ്പോൾ അത്രയും മിടുക്കനായ ഒരു ഓഫീസറാണെങ്കിൽ അതിലെ കള്ളത്തരം അപ്പം പിടിക്കാൻ പറ്റും. അങ്ങനെ കള്ളത്തരങ്ങൾ പിടിച്ച ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന ഭൂമിയിൽ ഈ പറയുന്ന ആദിവാസി ഫണ്ട് ഉപയോഗിച്ച് ഈ ഭൂമി ഉണ്ടാക്കിയിട്ട് അത് സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കുമ്പോൾ സർക്കാർ ഇപ്പോൾ ഇത്തരത്തിലുള്ള കമ്മീഷനിലാണ് കാണുന്നത്. സർക്കാർ കമ്മീഷൻ വാങ്ങി, അതായത് നമ്മുടെ സാറ് തന്നെ എത്രയോ ചർച്ചയിൽ പറഞ്ഞിട്ടില്ലേ, കമ്മീഷനിലും അതിലുള്ള കണ്ണുമാണ് ബഹുമാനപ്പെട്ട ഈ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്. ഇപ്പോൾ ഈ പറയുന്ന ഈ ഭൂമിയുടെ കേസിനോടൊപ്പം നമുക്ക് കൂട്ടി വായിക്കാനുള്ള ഒരു പാലക്കാട് ഇപ്പോൾ വരാൻ പോകുന്ന ഒരു സംഭവം, ഡിസ്റ്റിലറി ഉണ്ടാക്കാൻ പോകുന്നത്, അതെന്താണ്? അത് അതല്ലേ പറയുന്നത്. ഇവര് ഇന്ന് MP രാജേഷിന്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു പാലക്കാട്. അദ്ദേഹം ചെന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ ചെന്ന പത്രപ്രവർത്തകരോട് പറഞ്ഞത് ഈ എത്ര കിട്ടി എന്ന് പറഞ്ഞാൽ മതി എന്ന് VD സതീശൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ അദ്ദേഹം ഇവർക്കെല്ലാം രാഷ്ട്രീയമായി തിരിച്ച് അടിക്കാനുള്ള ഒരു കഴിവുണ്ട്. അത് കോൺഗ്രസ് ആണ് അങ്ങനെ പോക്കറ്റിലാക്കുന്നത്. അതാണ് അവർ പറഞ്ഞതെന്നാണ് ഇദ്ദേഹം തിരിച്ചടിക്കുന്നത്. അപ്പോൾ നമ്മൾ ചർച്ചയിലേക്ക്, നമ്മുടെ ഈ വിഷയത്തിലേക്ക് തന്നെ വരാം. ഇതൊരു വലിയ സംഗതിയാണ്. ഇതൊരു വലിയ ഒരു വലിയ കണ്ടെത്തലാണ് ഈ സാധനം. ഈ കണ്ടെത്തൽ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ ഉണ്ടാകും. ആദിവാസികൾക്ക് അർഹതപ്പെട്ടതിൽ പോലും കൈയിട്ട് വാരുന്ന സർക്കാരാണെന്നും അതിൽ കൈയിട്ട് വാരി സ്വകാര്യ വ്യക്തികൾക്ക് ഇത് പാട്ടത്തിന് കൊടുത്ത് കോടിക്കണക്കിന് രൂപ ഇതിൽ കൈപ്പറ്റിയിട്ടുണ്ടും എന്നുള്ള തെളിവ് കിട്ടിയിട്ടുണ്ട്. സമരം നടക്കുകയല്ലായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോഴും ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും അവര് സമരത്തിന് ഒരുങ്ങുകയാണ്. കൊടികുത്തി കുടിൽ കെട്ടി അവകാശം സ്ഥാപിക്കുമെന്നാണ് ആദിവാസി ക്ഷേമ സമിതി നേതാക്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതെ, CPM-ന്റെ ആദിവാസി സംഘടന, അവരുടെ അനുഭവമുള്ള ആദിവാസി സംഘടനയാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ 530 ഏക്കർ വെച്ചിട്ടും 25 ഏക്കർ വെച്ചിട്ടുമൊക്കെയാണ്, 1000 ഏക്കർ വെച്ചിട്ടുമൊക്കെയാണ് ഓരോ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്നത്. അതും ചേട്ടാ 30 വർഷത്തേക്കൊക്കെയാണ്. 1000 ഏക്കർ വെച്ചും
530 ഏക്കർ, 25 ഏക്കർ അങ്ങനെയൊക്കെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഓരോ ഏക്കറും കൊടുത്തു കഴിയുമ്പോൾ ഈ അവിടെ സ്വകാര്യ വ്യക്തികൾ വന്നു കഴിയുമ്പോൾ സ്വകാര്യ വ്യക്തികൾ ആദിവാസികൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അല്ല, ഇത് ആദിവാസികൾക്ക് അവരുടെ കൃഷിക്കും മറ്റു കാര്യത്തിനുമായി സർക്കാർ നീക്കിവെക്കപ്പെട്ട ഭൂമിയാണ്. അവിടെയാണ് ഈ സ്വകാര്യ വ്യക്തി എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു എന്നിട്ടും അവർ പറയുന്നത് എന്താണെന്നറിയോ ചേട്ടാ, തോട്ടവിളകൾ ഉൽപ്പാദിപ്പിച്ച ഫാമിന്റെ ആസ്തി വർദ്ധിപ്പിക്കുന്നതിന് ആദിവാസി ക്ഷേമ സമിതി എതിരല്ല. അപ്പോഴും ആ പാവങ്ങൾ അതിനെ എതിര് പറയുകയല്ല. പക്ഷേ അതിന്റെ പേരിൽ ഭൂമാഫിയകളുടെ വിളയാട്ടം അനുവദിക്കില്ല. ആ ഭൂമാഫിയയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ നവീൻ ബാബുവിന്റെ കാര്യത്തിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട മേൽനോട്ടം എല്ലാം ചെയ്യുന്നത് ചേട്ടൻ അറിയാമല്ലോ, കളക്ടർ അരുൺ കെ വിജയനാണ്. ഈ ഫയലുകളൊക്കെ അദ്ദേഹത്തിന്റെ അടുത്തുണ്ടാവും. അതെ, അരുൺ കെ വിജയനാണ്. അരുൺ കെ വിജയനാണ് CPM-ന് വേണ്ടി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയത്. അരുൺ കെ വിജയനെതിരെയൊക്കെ അവിടെ ഭയങ്കര പ്രക്ഷോഭം വീണാമണി ഈ സംഗതി ഇതുപോലുള്ള എന്തോ 1-2 സമരങ്ങളുടെ കാര്യമൊക്കെ നമ്മളോട് സംസാരിച്ചെന്ന് തോന്നുന്നു അല്ലെ? പറയൂ. അപ്പോൾ അത്തരത്തിൽ ആദിവാസികൾ പറയുന്നത്, അവർ പറയുന്നത് ഭൂമാഫിയകളുടെ വിളയാട്ടം അനുവദിക്കില്ല എന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞു വന്നത് അരുൺ കെ വിജയന്റെ കാര്യം തന്നെയാണ്. ആ കളക്ടർക്ക് കൃത്യമായ ധാരണകൾ ഇതിലുണ്ട്. അതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് അല്ലേ ഏട്ടാ? ക്രമക്കേട് നടന്നിട്ടുണ്ട്. ആ ക്രമക്കേടിന്റെ വിവരങ്ങൾക്ക് തന്നെയായിരിക്കും ഒരു പമ്പ് അനുവദിക്കൽ തുടങ്ങി അദ്ദേഹം അന്വേഷിച്ചു പോയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും. അല്ല പ്രജിത, ഇത് ഈ പമ്പ് അനുവദിക്കൽ എന്ന് മാത്രമല്ല, നമ്മൾ നേരത്തെ ഉള്ളൊരു ചർച്ചയിലും പറഞ്ഞിരുന്നു. അതായത് അദ്ദേഹത്തിന് ഈ കാസർഗോഡ് മുതലുള്ള കണ്ണൂർ എല്ലാ ഭൂമാഫിയയുടെയും ആ ഭൂമാഫിയയെ എല്ലാം ചെന്ന് എത്തുന്നത് ഏതെങ്കിലും ഒരു CPM നേതാവിൻ്റെ അടുക്കലേക്കായിരിക്കും. CPM നേതാവായിരിക്കും അതിൻ്റെ മെയിൻ കണ്ണിയാകുന്നത്. അവിടെയാണ് നവീൻ ബാബുവിനെ അവിടെ റവന്യൂ വകുപ്പ് നിയമിച്ചതിൽ അമളി പറ്റിയോ എന്നവർക്ക് തോന്നിപ്പോയിട്ടുണ്ടാവുക. അവിടെയാണ് ഇപ്പൊ ചേട്ടൻ ഇപ്പൊ പറഞ്ഞു വന്നതുപോലെ തന്നെ ഈ നേതാക്കളാണ്, CPM നേതാക്കളാണ് ഇതിന് പിന്നിലെന്ന് അന്വേഷിക്കുമ്പോൾ അറിഞ്ഞു വരുന്നു. അന്വേഷിച്ചു വരുമ്പോഴും ഈ പറയുന്ന അവിടുന്ന് പേര് കേട്ടത് ഒരു ഗോപിനാഥ് എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്, PP ദിവ്യുണ്ട്, TV പ്രശാന്തനുണ്ട്. അതെ. അത്തരത്തിലുള്ള എല്ലാ നേതാക്കൾ വരുമ്പോഴും അവരെല്ലാം ബിനാമികൾ മാത്രമാണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും അവരൊക്കെ ബിനാമികളായി നിന്നിട്ടുള്ളവരാണ്. അപ്പോൾ ഇതിന്റെ ഉന്നത കേന്ദ്രങ്ങൾ നമ്മൾ അന്ന് പറഞ്ഞു വെച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്കും ഒക്കെ നീങ്ങുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കളക്ടർ അരുൺ കെ വിജയനെ കൊണ്ടുവച്ചത് പോലും ഇവർക്ക് അനുകൂലമായ തീരുമാനമല്ല, ഈ കള്ളത്തരങ്ങളൊക്കെ അനുകൂലമായി തീരുമാനമെടുക്കുക. കാര്യം ഇത് നമ്മൾ അന്നും പറഞ്ഞു, ഈ സുപ്പീരിയർ ഓഫീസറുടെ രണ്ടാമതേ നിൽക്കുള്ളൂ നവീൻ ബാബു. എന്റെ ഫൈനൽ തീരുമാനം വരുന്നത് കളക്ടറാണ്. അപ്പൊ നവീൻ ബാബുവിന്റെ അടുത്ത് ഫയലുകൾ പലതും എത്തുമ്പോൾ അതിലെ കള്ളത്തരങ്ങൾ അദ്ദേഹം കണ്ടുപിടിക്കും. നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ കണ്ടുപിടിച്ചിട്ട് അത് ഈ ഫയലുമായി ഇദ്ദേഹത്തിന്റെ അടുത്ത് നിരന്തരം ഇവർ തമ്മിൽ തർക്കമായിരുന്നു. ബൈ ഒഫീഷ്യലി തമ്മിൽ ഒരിക്കലും ചേരാതിരുന്നതിന്റെ കാരണം നിയമത്തിന് അതീതമായി അദ്ദേഹം ഒന്നും ചെയ്യില്ല. നിയമത്തിന്റെ വഴിക്ക് പോകുന്ന രീതിയിൽ അദ്ദേഹം ഫയൽ ഒപ്പിടത്തുള്ളൂ. അങ്ങനെ ഫയൽ ഒപ്പിടാതെ വന്നപ്പോഴേ ഇവർ തമ്മിൽ ആശയപരമായി ബൈ ഒഫീഷ്യലി ഭയങ്കര തെറ്റലുണ്ടായി. ഇവർ തമ്മിൽ പിന്നീട് മിണ്ടാറില്ലായിരുന്നു എന്നൊക്കെ ലാൻഡ് റവന്യൂ കമ്മീഷണർ ആ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേറെ മറ്റു ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ആ ഒപ്പീനിയൻ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഞാൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്, അപ്പോൾ ഈ പറയുന്ന വിഷയം പോലും അവരുടെ സംഘടനയിലുള്ള ആളുകൾക്ക് പോലും ഈ ആദിവാസി ഭൂമിയിൽ ഇവർ ചെയ്യുന്ന തട്ടിപ്പിനെ കുറിച്ചുള്ള ബോധ്യം വന്നിട്ടുണ്ട്. ഈ ബോധ്യത്തെ ഇത്രയും നാളും ഇവർ അടിച്ചമർത്തുകയാണ്. അതെ, അടിച്ചമർത്തുകയും മൂടുവെക്കുകയും ഒക്കെ ആയിരുന്നു. പക്ഷേ അത് വീണ്ടും പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ പൊങ്ങി തുടങ്ങിയത് ഇത് ഉയർന്നു വന്നതോടുകൂടി ഒരിക്കൽ കൂടി നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിൽ ഈ ഭൂമാഫിയയും CPM-ഉം ആണെന്നുള്ളത് കൂട്ടുകമ്പനിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന ഒരു തലത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ചേട്ടൻ എന്താണ് അതിലേക്ക് തോന്നുന്നത്? അല്ല, അങ്ങനെ തന്നെയാണ് കാര്യം. ഇതില് ഈ പറയുന്ന പോലെ ഇപ്പോ രണ്ടാമതൊരു ടേം കൂടെ CPM ഭരണത്തിൽ വരികയും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വീണ്ടും വരികയും ചെയ്യുമ്പോൾ കണ്ണൂര് ഒരു വൻ മാഫിയ, അത് ഭൂമാഫിയ, അത് കഴിഞ്ഞ് ഈ പെട്രോൾ പമ്പ് തന്നെ നിരവധി, അത് സ്ഥാനത്തും അസ്ഥാനത്തും പെട്രോൾ പമ്പുകൾ നിരവധി വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെയും അനുവദിക്കാൻ പാടില്ലാത്ത രീതിയിൽ അനുവദിച്ചതിൻ്റെ വ്യക്തമായ തെളിവാണ്. ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ സംസാരിച്ചതുപോലെ ഈ ഭൂമാഫിയ, അതായത് ഈ ആദിവാസികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ച ഭൂമിയിലേക്ക് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഓരോ വ്യക്തികൾക്ക് തീരെഴുതി കൊടുക്കുന്നതിൽ നിർണായക പങ്ക് CPM-ന്റെ സംസ്ഥാന സമിതിയിലെ അംഗങ്ങൾക്കുണ്ട്. ആദിവാസികളെ പറ്റിക്കാൻ എളുപ്പമാണ്. അല്ല, ഇതിനകത്ത് ഇവർക്കെല്ലാം എഴുതി കൊടുക്കുമ്പോൾ അതിന്റെ ബൈ ഒഫീഷ്യലി ഗവൺമെന്റ് നീക്കേണ്ട പേപ്പറുകൾ അവർക്ക് സമ്മതനായ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലേ അതിൽ എഴുതുള്ളൂ. നേരെ മറിച്ച് ഒരു കോൺഗ്രസ് ഭരണകാലമാണെങ്കിൽ ഈ പേപ്പർ, ഈ ഫയൽ ഒന്നും കൊണ്ട് അവർ കളക്ടറേറ്റിൽ പോലും പോകത്തില്ല. കാര്യം അവരുടെ കാര്യങ്ങൾ പറയുന്ന ഒരു സംഗതി കൂടെ ഇതിൽ നമുക്ക് പറയേണ്ടി വരും.
അതായത് സർക്കാരിൻ്റെ എന്തെല്ലാം വികസന പ്രവർത്തനം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സോഫ്റ്റ്വെയറിൻ്റെ ഒരു സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നതിൻ്റെ ഒരു കരാർ വന്നു. അത് ആർക്കാ കൊടുത്തെന്നാ പറയുന്നത്? കണ്ണൂർ ദിനേശ് ബീഡി കമ്പനിയുടെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിക്കാണ് കൊടുത്തിരിക്കുന്നത്. ദിനേശ് ബീഡിക്കാർക്ക് ഈ ഊരാളുങ്കൽ എന്ന് പറഞ്ഞിട്ടൊരു കൺസ്ട്രക്ഷൻ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവർക്ക് ഈ കേരളം തീരെ എഴുതി കൊടുത്തിരിക്കുകയല്ലേ CPM. അവരെവിടെ? വടകരയാണ്. പ്രതിക്കറിയാം, പ്രതിയ കണ്ണൂരൊക്കെ ബന്ധങ്ങളുള്ള ആളെ. വടകരയാണ് ഇവിടെ ഓഫീസൊക്കെ. അത് ഇവർ പറയുന്ന ഏത് കരാർ വന്നാലും ഏത് ടെൻഡർ വന്നാലും അതെല്ലാം, അതായത് പ്രതിത മനസ്സിലാക്കാനുള്ളത്, കാലാകാലങ്ങളായി CPM എന്ന് പറയുന്ന പാർട്ടി ഭരണത്തിൽ വരുമ്പോൾ അവർ പറയുന്ന CPM എന്ന പാർട്ടി കണ്ണൂരുകാർക്ക് വേണ്ടി മാത്രമുള്ളൊരു പാർട്ടിയാണ്. അവരെല്ലാം ചെയ്യുന്ന കണ്ണൂരുകാർക്ക് വേണ്ടിയാണ്. അപ്പോൾ കണ്ണൂർ അവരുടെ, നമ്മൾ ഒരു നാടൻ ഭാഷയെ പറയുമ്പോൾ അവരുടെ മാമന്, മച്ചമ്പിക്ക്, അളിയന്, ചിറ്റപ്പന് ഒക്കെയാണ് ഇവരെല്ലാം എഴുതി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ ആദിവാസി എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് CPM നേതാക്കൾക്ക് എന്ത് ആദിവാസിയാണ്? ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് വേണ്ടിയെന്നല്ല, സാധാരണക്കാരന്റെ പാർട്ടി എന്നതിൽ നിന്ന് ഈ പാർട്ടി എന്നേ മാറിക്കഴിഞ്ഞു. എന്ത് സാധാരണക്കാരൻ? ഇപ്പൊ ആദിവാസികളുടെ കർഷക സംഘടന എന്ന് പറഞ്ഞില്ലേ, ഈ CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് കർഷക സംഘടനയുണ്ട്, അതറിയാമോ? കർഷക സംഘം എന്ന് പറഞ്ഞുകൊണ്ട് വേറെയും ഒരു കർഷക സംഘടനയുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഈ കർഷക സംഘം എന്നൊക്കെ പറഞ്ഞത്? എന്തിനാ കർഷക സംഘം എന്നൊക്കെ പറയുന്നത്? വെറുതെ ജനത്തിന് ഈ പറഞ്ഞ പോലെ അപ്പോൾ ഈ പറയുന്ന ഇതിൽ ഇത്രേ നമുക്ക് പറയാനുള്ളൂ. ആദിവാസികൾക്ക് അർഹതപ്പെട്ട ഭൂമി പോലും തട്ടിയെടുക്കുന്നതിന് ഈ പറയുന്ന CPM നേതാക്കൾക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന കളക്ടർ അല്ലേ? അങ്ങനെ തന്നെ പറയാം. അങ്ങനെ അപ്പോൾ എന്ത് കാര്യങ്ങളും ബൈ പ്രൊഫഷൻ ചെയ്യേണ്ട രീതിയിൽ മാത്രം ചെയ്തിരുന്ന ആ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനും ഇദ്ദേഹവും തമ്മിൽ ഇത്തരം സർക്കാരിൻ്റെ കാര്യങ്ങളിൽ ആശയപരമായിട്ട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ അദ്ദേഹത്തെ ഈ പറയുന്ന കളക്ടർ നിർബന്ധിച്ചിരുന്നു. കളക്ടറെ ഒരു ചട്ടുകമാക്കിക്കൊണ്ട് ഈ സംസ്ഥാന ഭരണത്തിൽ CPM നേതാക്കൾ കണ്ണൂരിൽ നിന്ന് ഇത് ചെയ്തിരുന്നു എന്നുള്ള തെളിവാണ്. അവർ തന്നെ ഉണ്ടാക്കിയ ആദിവാസികൾക്ക് അവരുടെ പേരിലൊരു സംഘടന ഉണ്ടാക്കി എന്തിനെന്നറിയാം? അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാനാണ്. അതുകൊണ്ട് പ്രജിത ഇപ്പോൾ സംസാരിച്ച് പറഞ്ഞ ആ പാവങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ കൃഷി ചെയ്യാൻ തന്നാലും മതിയെന്ന്. അപ്പോൾ ഈ പറയുന്ന നമ്മൾ പണ്ട് പറയുമല്ലോ, മേലാളനും കീഴാളനും മുതലാളിയും ജന്മിയും ഇതൊക്കെ ആരെ പറ്റിക്കാനാണ്? അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തം. കമ്മീഷൻ, നമ്മൾ ഇന്നലെ ഒരു ചർച്ചയിൽ സാറ് പറഞ്ഞു, ദീപസ്തംഭം മഹാശ്ചര്യം തനിക്കും കിട്ടണം പണം എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ ഈ കിട്ടുന്ന എല്ലാം കോടിക്കണക്കിന് രൂപ വെട്ടി പോക്കറ്റിലാക്കുന്ന ഒരു തന്ത്രം, അങ്ങനെ ആയി പണത്തിന് വേണ്ടി പരക്കം പായുന്ന ഒരു പാർട്ടിയായി CPM എന്ന പാർട്ടിയും CPMന്റെ കണ്ണൂർ ഘടകവും. ബാക്കി ഘടകത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് അറിവില്ല. ആരൊക്കെ ഇപ്പോൾ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞു പൈസയോട് കൊതിയെന്ന്, കോട്ടയത്താണെന്ന് പറഞ്ഞ് നേതാക്കൾക്ക് കാശിനോട് കൊതിയെന്ന്. ഇതെല്ലാം തന്നെ രണ്ടാമതൊരു പാർട്ടി അധപ്പതിച്ചു എന്നുള്ളത് ഇത്രയേ ഉള്ളൂ ചുരുക്കത്തില്. രണ്ടാമതൊരു തവണ കൂടെ ഭരണത്തിൽ വന്നപ്പോൾ പാർലമെന്ററി തലത്തിലേക്ക്, അതായത് നേതാക്കൾക്കെല്ലാം പാർലമെന്ററി തലത്തിലേക്കാണ് താല്പര്യം. MLA ആവുക, MP ആവുക, സുഖിച്ച് കാറി പോവുക. അങ്ങനെ ആയപ്പോൾ ഈ പാർട്ടി ഇങ്ങനെയൊക്കെ ആയി തീർന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ആദിവാസി എന്നല്ല, ഇനി ഏത് ആളായിരുന്നാലും അവർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. അവരുടെ പോക്കറ്റിലേക്ക് കാശ് എത്തിയാൽ മതി. ഈ ആറളം ഭൂമിയെ സംബന്ധിച്ചുള്ള വൻ വെട്ടിപ്പ് ഒരെണ്ണം മാത്രമാണ്. ആറളം ഭൂമി അതിലൊരു ഉദാഹരണം മാത്രമാണ്. വൻ തട്ടിപ്പിൻ്റെ രേഖകൾ ഈ പറയുന്ന മരണപ്പെട്ട നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന് അറിയാമെന്ന് ഈ പാർട്ടിക്കകത്ത് അറിയാവുന്നുള്ളവർ നിരവധിയാണ്. അതിനെ അവർ ഭയപ്പെട്ടിരുന്നു.